അന്വൻ ചിങ്കുദർ അപ്പാറിയോ ഷുവർ സീസൺ 2ൻ്റെ 2 എപ്പിസോഡ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഇനി ഈ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ വലുതായിട്ട് ലാർജ് സ്കെയിലൊന്നുമല്ല പറയുന്നത്, ബ്രീഫായിട്ടൊന്ന് ബ്രീഫ് സ്കെയിലിൽ മാത്രമാണ് കേട്ടോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത്. അതിൻ്റെ കാരണം വേറെ ഒന്നല്ല, ഈ ഒരു ഷോയ്ക്ക് ഭയങ്കരമായിട്ട് കോപ്പിറൈറ്റ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ വെറുതെ എന്തിനാ കോപ്പിറൈറ്റ് അടിച്ച് വാങ്ങിക്കണത്, അതുകൊണ്ട് ഞാനിത് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പാറിയോ ഷുവറിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, കൂക്കിയും ജിമ്മിനും കൂടെ ഒരു മിലിറ്ററിയിൽ നിന്ന് ഇറങ്ങിയിട്ട് മറ്റൊരു മിലിറ്ററിക്ക് കയറിയ ഒരു അനുഭവമാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ കാര്യം വേറെ ഒന്നല്ല, ആർ യു ഷുവർ കഴിഞ്ഞ തവണത്തെ പോലെ അങ്ങനെ ഓർഡർ ഇല്ലാതെ തന്നെ നല്ല പോയത് കേട്ടോ. സ്റ്റാഫൊക്കെ വളരെ പ്ലാൻഡ് ആയിട്ട് എല്ലാ സംഭവത്തിനും ഓർഡർ ഉണ്ടാക്കിയിട്ട് അവർ എന്തൊക്കെ പാക്ക് ചെയ്യണം, എങ്ങനെയൊക്കെ പോകണം, എന്തൊക്കെ സാധനം അവർക്ക് അലോ ചെയ്ത് കൊടുക്കണം എന്ന് വരെ ഇവർ ഓൾറെഡി തീരുമാനിച്ച് വെച്ചിരുന്നു. അതുപോലെയൊക്കെയാണ് അവർ പോയത്. പിന്നെ ഇതിനിടയ്ക്ക് നമ്മുടെ കുക്കിക്കും ജിമ്മിനുള്ള ആകെ ഒരു ഓപ്ഷൻ ഗെയിം കളിച്ചിട്ട് ചില സംഭവങ്ങളൊക്കെ നേടിയെടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു പാവങ്ങൾ. എന്നാലും സംഭവം നല്ല കോമഡി ആയിരുന്നു. അവർ രണ്ടാളും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് ഈ ഷോ കണ്ടാൽ തന്നെ മനസ്സിലാവേ. അപ്പം മിലിറ്ററി ഡിസ്ചാർജ് കഴിഞ്ഞിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ ഈ ഷോയ്ക്കും വേണ്ടിയിട്ട് നമ്മുടെ കൂക്കിനെയും ജിമ്മിനെയും സ്റ്റാഫ് പൊക്കിയത്. ഫസ്റ്റ് ഇവർ കൂക്കിനെയാണ് പോയി പൊക്കിയത്. കൂക്കി എന്തോ ഒരു ചെറിയ ട്രീറ്റ്മെൻറ്റിൻ്റെ എന്തോ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ആ വഴിക്കാണ് ഫസ്റ്റ് സ്റ്റാഫ് ഇവനെ പോയി പൊക്കണത്. ആളാകെ അന്തം വിട്ടായിരുന്നു, ഇതെന്താ സംഭവം എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കൂക്കിനെ പൊക്കിയെടുത്ത് കൂക്കിനെയും കൂട്ടി ഇവർ നേരെ പോയത് ജിമ്മിൻ്റെ വീട്ടിലേക്കാണ്. ജിമ്മിനോടും പറയാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയത് കാരണം ഷർട്ട്ലെസ് ജിമ്മിനെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ബോഡി ഷോ ആയിരുന്നു കേട്ടോ നമ്മുടെ ജിമ്മിനെ കാണാൻ പറ്റിയത്. ജിമ്മിനെ ആകെ ഉറക്കപ്പിച്ചിൽ കൂക്കിനെയും കണ്ട് ക്യാമറേൻ്റെ മുന്നിൽ ഷർട്ടും ഇല്ലാതെ നിന്ന് വളരെ വെളുത്തങ്ങോട്ട് ആകെ ഇല്ലാണ്ടായി പോയി എന്ന് പറയാലോ. ഇനി ഇത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ വേറൊരു കോമഡി, ഇവർക്ക് ഈ പോണ സ്ഥലത്തിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലായിരുന്നു. അതേപോലെ തന്നെ ജിമ്മിൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പോഴല്ലേ വന്നിട്ടുള്ളൂ, ഇനി ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞു. ഇതും കൂടി കേട്ടപ്പോൾ ജിമ്മിൻ്റെ കിളിയൊക്കെ ഉള്ളതും കൂടി അങ്ങോട്ട് പാറിപ്പോയി. കുക്കിന് പിന്നെ ഓൾറെഡി പാറിപ്പോയിരുന്നു. കുക്കിനെ പകുതി വഴിക്കുന്നാണല്ലോ പൊക്കി പോകുന്നത്. അവന് കുക്കി ആരോടൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് വീടുത്തെ സാധനം സ്റ്റാഫിനോട് പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. ജിമ്മിന് ഇവിടെയുള്ള സാധനം ആ ഒരു സമയം വെച്ച് എങ്ങനെയൊക്കെയോ പെറുക്കി തട്ടിയെടുക്കുന്നുണ്ട്. എൻ്റെ വീട് ഞാൻ ക്ലീനാക്കി വെച്ചിട്ടില്ല എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഞാൻ ക്ലീനാക്കാൻ ഉദ്ദേശിച്ചിരുന്നു, ഇന്നലെ പോകുന്നതാണ്, ഞാൻ ട്രിപ്പിന് പോകുന്നതാണ് വിചാരിച്ചതെന്നൊക്കെ ജിമ്മിന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഇനി ഇതിൽ ഏറ്റവും വലിയ ട്രാജഡി ആയി പോയത്, ഇതിൽ ഈ സർപ്രൈസും കാര്യമൊക്കെ ഉണ്ടല്ലോ, അത് കൂക്കി കഴിഞ്ഞ സീസണിൽ പറഞ്ഞതനുസരിച്ചിട്ടാണ് സ്റ്റാഫ് ഇപ്രാവശ്യം അവൻ്റെ ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ അത് സാധിച്ചു കൊടുത്താണെന്ന്. അങ്ങനെ അവൻ്റെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചാണ് തോന്നുന്നുണ്ട് കുറേ സംഭവങ്ങളൊക്കെ ഇവർ പുതിയതായിട്ട് ഇതിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. അങ്ങനെ ഇവർ ഈ തട്ടിക്കൂട്ടി പാക്കിങ് കഴിഞ്ഞ് പോണ വഴിക്ക് നമ്മുടെ ഹോപ്പേട്ടൻ്റെ ഒരു ലൈവ്, ആ സമയത്ത് പോയ ഒരു ലൈവിൽ ജിമ്മിൻ കമൻറ്റ് ഇട്ടത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? അന്ന് ഈ ഒരു പ്രോഗ്രാമിന് അവർ പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്കാണ് ജിമ്മിൻ ആ കമൻറ്റ് ഇട്ടത് കേട്ടോ. ഇനി ഇവരെ വിചാരം ഇവർ ഈ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഡയറക്റ്റായിട്ട് ഫ്ലൈറ്റ് കയറിയിട്ട് നേരെ എവിടേക്കാണ് പോകേണ്ടതെന്ന് വെച്ചാൽ പോകുന്നായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, അവിടെ സ്റ്റാഫ് ഇവരെ ചതിച്ചു. ഇവരെ നേരെ സ്റ്റാഫ് ഇഞ്ചോൺ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഒരു സ്റ്റേ ചെയ്യണ അവിടേക്കാണ് ഇവരെ കൊണ്ടുപോയത്. അന്ന് രാത്രി അവിടെ സ്റ്റേ, പിറ്റേ ദിവസമായിരുന്നു ഇവരെ ജേണി സെറ്റിൽ ചെയ്തത്. പിന്നെ ഫുഡൊന്നും കഴിക്കാതെ രണ്ടിനെയും കൊണ്ടുവന്നല്ലേ. അപ്പം പിന്നെ സ്റ്റേ ചെയ്യാൻ വന്ന അടുത്ത് ഫുഡൊക്കെ കണ്ടപ്പോൾ രണ്ടും നെഞ്ചും തല്ലി വീണു എന്ന് പറയാലോ. തുടങ്ങി രണ്ടും കൂടി കഴിക്കാൻ. അത് കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഫ്രിഡ്ജ് മൊത്തം അരിച്ചു പെറുക്കി. വെള്ളത്തിന് വേണ്ടിയാണ് തപ്പിയത്, പക്ഷെ ബാക്കിയുള്ളതെല്ലാം കണ്ടു. അതിനിടയ്ക്ക് സ്റ്റാഫ് ഇവർക്ക് വേണ്ടി സർപ്രൈസ് ആയിട്ടൊരു കേക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ചിരുന്നു. ആദ്യം ഇവർ കണ്ടുപിടിച്ചു. ഇനി ഇത് കഴിഞ്ഞിട്ടൊരു ഗെയിമാണ് ഇവർ കളിച്ചത്. ഇനി ഈ ഒരു ഗെയിമിൽ എത്ര എണ്ണം ഇവർ കളിച്ച് ജയിക്കുമോ അത്രയും ഡൗട്ടുകൾ, അതായത് ഈ ഒരു ട്രിപ്പിനെ കുറിച്ച് അവർക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ സ്റ്റാഫിനോട് ചോദിക്കുക എന്നുള്ള കാര്യമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ കുറേ കൺട്രീസിൻ്റെ ഫ്ലാഗ് ഉണ്ടായിരുന്നു, അത് ഗസ് ചെയ്യാനായിരുന്നു. അങ്ങനെ ഇവർ ഏകദേശം ഒരു 9 കൺട്രീസിൻ്റെ ഫ്ലാഗ് ഗസ് ചെയ്തു. അങ്ങനെ ഇവർക്ക് 9 ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് കിട്ടി, അവർ പോണ സ്ഥലത്തിനെ കുറിച്ച് മറ്റൊക്കെ. എന്നാൽ ഈ സ്റ്റാഫ് ഈ ഗസ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് പറഞ്ഞു കൊടുക്കും ഇല്ല, എന്നിട്ട് പാവങ്ങൾ തല തിരിച്ചും മറിച്ചും എങ്ങനെയൊക്കെയോ ഗസ് ചെയ്ത് സ്വിറ്റ്സർലാൻഡിലേക്കാണ് അവർ പോണതെന്ന് വരെ അവർ ഗസ് ചെയ്തപ്പോൾ സ്റ്റാഫ് ആകെ അന്തം വിട്ടു. ഇനി ഇതൊക്കെ അവർ ഗസ് ചെയ്ത് സമാധാനിച്ചിരുന്നപ്പോഴാണ് അടുത്ത ഇടുത്തി വീണ പോലെ സ്റ്റാഫിൻ്റെ സർപ്രൈസ്. അതായത് മിനിമലിസം ട്രെൻഡാണ് ഇവർ ട്രിപ്പിന് ഫോളോ ചെയ്യേണ്ടതെന്ന്. മിനിമലിസം ഇവർക്കോ, രണ്ടും മിനിമലിസം ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ലേ, അതവർ പറയുകയും ചെയ്തു. കുറച്ച് മാത്രം പാക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ രണ്ടും കൂടി അന്തം വിട്ടു. പ്രത്യേകിച്ച് നമ്മളെ കൂക്കിൻ്റെ അടുത്ത് ഒരുപാട് സാധനങ്ങളും പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ജിമ്മിൻ്റെ പിന്നെ കുറച്ചൊക്കെ മിനിമലിസം ആയിരുന്നു. അങ്ങനെ സ്റ്റാഫ് ഇവർക്ക് കൊടുത്ത ബാഗും അവർ പാക്ക് ചെയ്ത ബാഗും കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം സാധനങ്ങൾ അവർ കുറച്ചിട്ടാണ് പാക്ക് ചെയ്യേണ്ടി വന്നത് കേട്ടോ ഈ ഒരു ട്രിപ്പിന്. ഇനി ഇവരിങ്ങനത്തെ കുറേ സ്ട്രഗിൾ കണ്ടിട്ട് സ്റ്റാഫിന് പാവം തോന്നിയിട്ട് ഒരു 2 ബാഗും കൂടി സ്റ്റാഫ് അലോ ചെയ്തു. അതായത് ജിമ്മിനും കുക്കിയും സിംഗിളായിട്ടൊരു സൈഡ് ബാഗും പിന്നെ 2 കൂടി കോമൺ ആയിട്ട് കുറച്ച് സാധനങ്ങൾ വെക്കാനുള്ള ഒരു ബാഗും കൂടി സ്റ്റാഫ് അലോ ചെയ്തേ. ഇനി ഇത് അലോ ചെയ്തെങ്കിലും ഇത് പാക്ക് ചെയ്യാൻ ടൈം വേണ്ടേ, അവിടെയും മിലിറ്ററി ചട്ടങ്ങളായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പാക്കൊക്കെ ചെയ്ത് രണ്ടും കൂടെ പിറ്റേ ദിവസം മോർണിംഗ് എണീറ്റ് രണ്ടും കൂടി കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. സ്റ്റാഫിനോടാണ് ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ കഥ വേറെ ഒന്നല്ല,
അവർ മിലിറ്ററിയിലുണ്ടായിരുന്ന ചില അനുഭവങ്ങളാണ്. അതിലൊന്നാണ് ഒരു 4-5 ദിവസത്തെ ഒരു മിഷൻ, എന്തോ കുറച്ചൊരു മലഭാഗ സൈഡിലൊക്കെ പോയിട്ട് അവിടുന്ന് കുളിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ 5-ാമത്തെ ദിവസമായിട്ട് കുളിക്കാൻ പറ്റിയപ്പോൾ ജിമിൻ വല്ലാണ്ട്, അതായത് വെള്ളത്തിലിറങ്ങിയപ്പോൾ എല്ലാവരും കുളിക്കുന്നുണ്ട്, ചുറ്റുള്ള സോൾജേഴ്സൊക്കെ കുളിക്കുന്നുണ്ട്. അപ്പോൾ ജിമിൻ വല്ലാണ്ട് ഉരച്ച് കുളിക്കുകയാണെന്ന്. ഈ ഒരു സിറ്റുവേഷനിൽ കൂക്കി അതിൻ്റെ കുറച്ച് മുകളിലുള്ള സ്ഥലത്ത് ഇരുന്നിട്ട് ഇവർ ഈ മിലിറ്ററി ഫുഡ് ഉണ്ടല്ലോ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കൂക്കി ഡയറക്റ്റ് താഴേക്ക് നോക്കുമ്പോൾ ഇവർ ഈ ഒരു കുളിക്കുന്ന സീന് കാണാം. അങ്ങനെ കൂക്കി ജിമിൻ മേലേക്ക് നോക്കുകയും ചെയ്യും. അപ്പോൾ ഇവർ രണ്ടാളെ കണ്ണും കൂടി തമ്മിൽ കാണുമ്പോൾ പെട്ടെന്ന് ഇവർ സ്റ്റക്കായി പോയി. പിന്നെ ആ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവുന്ന ഒരു ചമ്മലും അപ്പത്തെ ചാളിയൊക്കെ പറഞ്ഞിട്ട് രണ്ടാൾ കൂടി ചിരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവർ നേരെ സ്വിറ്റ്സർലാൻഡിലേക്ക് ഫ്ലൈറ്റിൽ പോകണതായിട്ട് കാണിക്കുന്നത്. പിന്നെ ഫ്ലൈറ്റിലുള്ള ചില സീനുകളൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ സ്വിറ്റ്സർലാൻഡിൽ ലാൻഡ് ചെയ്തു. അവിടുന്ന് ഇവർ വണ്ടി ഓടിച്ചിട്ട് പോവാണ്. കൂക്കിയാണ് വണ്ടി ഓടിക്കുന്നത്. പിന്നെ ഇവർ നേരെ പോണത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ പോയിട്ട് മെനു തപ്പുമ്പോൾ എന്താണെന്ന് വായിക്കാൻ അറിയില്ലല്ലോ. പിന്നെ നേരെ നമ്മൾ ഗൂഗിളിൽ അങ്ങോട്ട് സെർച്ച് ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് മെനു കണ്ടുപിടിക്കും. അങ്ങനെ അവർ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുന്നുണ്ട്. എന്തായാലും ഓർഡർ ചെയ്തത് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടു. ഇനി ഇതിൻ്റെ ഇടയ്ക്കൊന്നും രണ്ടും ചളി അടിക്കാൻ ഒട്ടും മറക്കണില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോ ചളികൾ ഇങ്ങനെ കേൾക്കാം. അങ്ങനെ അത് കഴിഞ്ഞ് രണ്ടും കൂടെ പിന്നെ അവർ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്കാട്ടോ പോണത്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ രണ്ടാളും കൂടി പോയി ഷോപ്പിംഗ് ഒക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നിൽക്കുമ്പോൾ കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ വേണമല്ലോ, അതൊക്കെ ഷോപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ മെയിൻ സംഭവമായിരുന്നു വെള്ളം. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ബാഗൊക്കെ ഇവരെന്നെ പൊക്കിയെടുത്ത് ഉള്ളിൽ കൊണ്ടുപോകണം. അപ്പോൾ ഈ വെള്ളം മൊത്തത്തിലെടുത്തത് ക്വസ്റ്റ്യൻ മാർക്കായി പോയി രണ്ടെണ്ണത്തിൻ്റെ അവസാനം. അങ്ങനെ പിന്നെ സ്റ്റേ ചെയ്യണം. അവിടെ പോയിട്ടൊന്ന് സെറ്റിലായി ഫ്രഷ് ആയ ശേഷം വീണ്ടും ഒരു ഗെയിം കളിക്കണം ഇവർ. ഈ ഗെയിമിൽ എന്താണെന്ന് വെച്ചാൽ രാവിലെ എണീക്കേണ്ട സമയമാണ് പാവങ്ങൾ തീരുമാനിക്കുന്നത്. എത്ര മണിക്കൂർ ഇവർക്ക് ഉറങ്ങാൻ കൊടുക്കണം എന്ന് ഇവരെ തീരുമാനിച്ചിട്ടാണ് അവർ വിടുന്നത്. ഇതും മിലിറ്ററി തമ്മിൽ വലിയ വ്യത്യാസമല്ലല്ലോ എന്ന് 2-3 നിമിഷം ചിന്തിച്ച് കാണും. എന്തായാലും ഈ ഗെയിമിൻ്റെ മെയിൻ പറയുന്നത് ഫോട്ടോ കണ്ടിട്ട് പാട്ട് ഗസ് ചെയ്യുക, ഫോട്ടോ കണ്ടിട്ട് ആൾക്കാർ ഗസ് ചെയ്യുക. അതിനനുസരിച്ചുള്ള പോയിന്റ് ഇവർക്ക് കിട്ടും. ആ പോയിന്റ് അനുസരിച്ച് അത് ടൈമിൽ കൺവേർട്ട് ചെയ്യും. എന്തായാലും രണ്ടും കൂടി കുറേ തലകുത്തി മറിഞ്ഞ് കഷ്ടപ്പെട്ട് 8:15 വരെ ഇവർക്ക് ഉറങ്ങാനുള്ള സമയം അവർ നേടിയെടുത്തു. പിറ്റേ ദിവസം കൃത്യം ആ 8:15 സ്റ്റാഫിൻ്റെ സൈറൻ കേട്ടിട്ടാണ് പട്ടാളത്തിൽ ഉണരുന്ന പോലെ 2 പട്ടാളക്കാരും കൂടി, അല്ല 2 പാട്ടുകാരും കൂടി എണീറ്റത്. അങ്ങനെ പിന്നെ എണീറ്റ് കഴിഞ്ഞപ്പോൾ സ്റ്റാഫ് ഫുഡ് കഴിക്കണേന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ കുക്കിക്ക് അപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. അതിൽ പിന്നെ രണ്ടും കൂടി ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നുണ്ട്. ജിമിൻഷി വല്ലാതെ കഴിക്കണമെന്നില്ല, കാരണം ജിമിൻഷി അപ്പോൾ ഉറങ്ങുന്ന സമയമാണ്. കൂക്കിക്ക് പിന്നെ സമയമൊന്നും വലിയ സംഭവം അല്ലാത്തതുകൊണ്ട് കൂക്കി അപ്പോഴും നല്ലോണം ഇരുന്ന് വെട്ടി വിഴുങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇത് മാത്രമല്ല, ഇതിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുക. എന്തായാലും ഞാനിതിൻ്റെ എനിക്ക് മെയിൻ എന്ന് തോന്നിയിട്ടുള്ള കുറേ പാർട്ടുകൾ എടുത്തിട്ടാണ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വല്ലാതെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഐ എം സോറി. എൻ്റെ ഈ സംസാരത്തിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എനിക്ക് കുറച്ച് ദിവസമായിട്ട് വയ്യായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ചില ഇഷ്യൂസൊക്കെ ഉണ്ട്. എന്തായാലും ഇനി സെക്കൻഡ് എപ്പിസോഡിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് നാളെ കാണുന്നവരെ ബൈ ബൈ ചിങ്കുത്.